പറഞ്ഞതിന്. ഓക്കെ, ദെൻ നിങ്ങൾ വേദിയിലിരിക്കുന്നവരായി കഴിഞ്ഞാൽ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും എന്നോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ടൈം നോക്കിക്കൊള്ളുന്നതിന്. 2 മണിയാവാറായി, വിശക്കുന്നുണ്ട്, രാവിലെ തന്നെ വന്നവരാണ് പലരും. മൈക്ക് കണ്ട സ്വയം മറക്കുന്ന എന്നോട് അത് പറയേണ്ട കാര്യമില്ല, ഞാനധികം ടൈം എടുക്കില്ല. ഓക്കെ, നമ്മൾ ബോധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിച്ചിരിക്കാൻ, കേൾക്കാൻ, പറയാൻ, മനസ്സിലാക്കാൻ ഒരിടം. മുന്നേ പലരും പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് അത് സോൾവ് ചെയ്യാൻ എങ്ങനെയെന്ന് നമുക്ക് ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ അവരെ ഹെൽപ്പ് ചെയ്യാം. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഹെൽത്ത് നോക്കുന്നേ, ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നോക്കുന്നേ, അല്ലെങ്കിൽ ആലോചിക്കുന്നേ, പറയുന്നേ, അതിനേക്കാൾ ഒരു പടി മുന്നിലാവണം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. പലപ്പോഴും സൈക്കോളജിസ്റ്റ് എന്താ, സൈക്കാട്രിസ്റ്റ് എന്താന്ന് പലർക്കും അറിയില്ല. നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് വരെ കൺസൾട്ടിങ്ങിന് വരുന്ന സമയത്ത് അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്കെന്താ വർക്കുണ്ടോ സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് എന്ന് ചോദിച്ച് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച പലരുണ്ട്. എനിവേ, എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന് സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടെ ജീവിക്കാനായിട്ട് പ്രാപ്തനാക്കിയാൽ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് ചെയ്യാനായിട്ട് 2 കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നും എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ 0 to 7 എൻകോഡ് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് റീകോഡ് ചെയ്യാനായിട്ട് പറ്റും. 0 to 7 നമ്മൾ എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്തത് അതാണ് ഈ നിൽക്കുന്ന ഞാൻ നിങ്ങളുമൊക്കെ. അത് 2 കാര്യങ്ങൾ നമ്മൾ മുന്നേ എൻകോഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എൻകോഡ് ചെയ്യപ്പെട്ട എക്സ്പീരിയൻസ് ചെയ്ത 2 കാര്യങ്ങൾ ഒന്ന് മാറ്റി പിടിക്കാം. ഒന്ന്, നമ്മൾ മുന്നേ തന്നെ കേട്ട് വളർന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ, നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ, നമുക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ എല്ലാം നമ്മൾ കൊച്ചിലെ കേൾക്കുന്നതാ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചോദ്യം. മറ്റുള്ളവർ എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങളെയാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് മറ്റുള്ളവരാണ്. നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ ഞാൻ അടക്കം മറ്റുള്ളവരാണ്. അതൊന്ന് മാറ്റിപ്പിടിക്കാം. മറ്റുള്ളവർ എന്തു പറയും എന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തും പറയാം എന്ന ഒരു രീതിയിലേക്ക്, എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയാൽ പകുതി നമ്മുടെ ജീവിതം സമാധാനത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെ? ആരൊന്നും മിണ്ടില്ല. വിശക്കുന്ന കാരണമാണോ അതോ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാണ്ടാണോ? ഓക്കെ, താങ്ക് യു. ഇതൊരു നല്ലൊരു കാര്യമാണ്. ചോദിച്ചു വാങ്ങിക്കാതെ കേൾക്കില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയുന്നത്, ശരിയാണ്, നന്നായി. ആദ്യം പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ലത് പറഞ്ഞ് കേൾക്കുമ്പോൾ എന്തോ എനിക്ക് അറിയില്ല, ഭയങ്കര ഒരു എനർജിയാണ്, സന്തോഷമാണ്. ദെൻ 2ാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും കേട്ട് പരിചയിച്ച ഒരു കാര്യമാണ് വീഴരുത്. നമ്മളൊന്ന് സൈക്കിൾ എടുത്താൽ അല്ലെങ്കിൽ മഴയത്തൊന്ന് ഓടിയാൽ നമ്മുടെ പാരൻസ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും, വീഴരുത് കേട്ടോ, വീഴരുത്, വീഴരുത്, വീഴരുത്. ഇപ്പോഴും കേൾക്കുന്നതാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എതിരെ ഒരു വണ്ടി വന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് 10 പ്രാവശ്യം ബ്രേക്ക് ചവിട്ടും. ചവിട്ടടി ചവിട്ടടി എന്ന് പറഞ്ഞിട്ട്, അല്ലെ, തട്ടരുത്, മുട്ടരുത്. ഇത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്, വീഴരുത് എന്നുള്ളതല്ല. വീഴണം, വീണ്ടും വീഴണം, വീണ് 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 പഠിക്കണം. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കാം, നമ്മൾ വീഴാനായിട്ട് 2 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് അവിടെ നിന്ന് എണീക്കണം. കാരണം പലപ്പോഴും വീണവരെ നമുക്കുമുണ്ട് ഈ ബോധ്യം എന്നതിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുക, നമുക്കൊരു കൈത്താങ്ങാകാം എന്നുള്ളത്. ആ വേടൊന്ന് തിരുത്തണം. എൻ്റെ അഭിപ്രായമാണ്, എന്നേക്കാൾ അറിവുള്ളവരാണ് നിങ്ങളും ഈ വേദിയിലിരിക്കുന്ന പലരും. നമ്മൾ ഒരു കൈത്താങ് ആവണ്ട, വീഴട്ടെ, സ്വയം എണീക്കാനായിട്ട് അവൻ പഠിക്കട്ടെ. ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും അവന് ഫേസ് ചെയ്യാനായിട്ട് അപ്പോഴേ പറ്റും. ഒരു പ്രാവശ്യം നമ്മൾ കൈ കൊടുത്ത് എണീപ്പിക്കാൻ നോക്കിയാൽ 2 പ്രാവശ്യം കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം അവൻ വീണ്ടും ആ കൈക്കായിട്ട് അവന്റെ കൈകൾ നിൽക്കുകയുള്ളൂ. എണീക്കാൻ പഠിക്കില്ല. എന്തൊരു സന്തോഷമാണ് മാഷെ. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഒന്ന് എൻകോഡ് ചെയ്ത് വെക്കാം. നമ്മൾ പറയില്ലേ, അമ്മമാർ നമ്മളെപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും, വീഴരുത്,
ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്മാരെന്താ ചെയ്യാം? വീണ് കഴിഞ്ഞാൽ എനിക്ക് മോനെ എന്നാ നമ്മുടെ അടുത്ത് പറയാം. അച്ഛൻ പഠിപ്പിക്കുന്നതും അമ്മ പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അമ്മ എപ്പോഴും ഇവിടം കൊണ്ടാണ്, അല്ല ഇമോഷണലി ആണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അച്ഛനോ പറയുമ്പോഴൊക്കെ തല കൊണ്ട് കാണിച്ചു തന്നു, തല കൊണ്ട്. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അച്ഛനോടൊരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ സന്തോഷത്തിലും സമാധാനത്തിലും കൂടി ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ മറ്റൊരാൾ ഒരുക്കി തരുമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഇരിക്കേണ്ട കേട്ടോ. എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും 100 കൂട്ടം കാര്യങ്ങൾ. വേറൊരാൾ വരട്ടെ, ബോധ്യം വരട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സംഘടന വരട്ടെ, ഓരോരുത്തരും വരട്ടെ എന്നും പറഞ്ഞിട്ട് ഒരാളും ഇരിക്കേണ്ട. കാരണം കരയുന്ന കുട്ടിക്ക് ഇവിടെ പാലുള്ളൂ. കരഞ്ഞോ ഉറക്കെ അലറി വിളിച്ച് കരയാം. കരയുന്നതിൽ ഒരാളും ഒരു മടി വിചാരിക്കേണ്ട. കരയുന്ന സ്ത്രീകൾക്കാണ് നോർമലി ഭംഗി. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കേ, ആണുങ്ങൾ എന്തോരം പഠിക്കണം, എന്തൊരു നല്ല ജോലി വാങ്ങണം, ഒരു നല്ല പെൺകുട്ടിയെ കിട്ടാനായിട്ട് കല്യാണം കഴിക്കുമ്പോൾ നമുക്കോ നല്ല കണ്ണും മൂക്കും ആകെ കൂടി ഒരു ചേലുണ്ടായാൽ മതി അല്ലെ എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഒരിടമായി മാത്രം കാണുക, കൈത്താങ്ങിനായി മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. എനിക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ബോധ്യം നിങ്ങളെ സഹായിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ചിലത് കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ അടുത്ത് വരും, എന്താ ചെയ്യേണ്ടത്. പക്ഷെ അഡ്വൈസ് കൊണ്ട്, ഒരാളുടെ അഡ്വൈസ് കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത്. ഓരോരുത്തരുടെയും ജീവിതമാണ്. എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മറ്റൊരാളുടെ ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു സഹായവുമല്ല. നമുക്ക് അഡ്വൈസിങ് അല്ല വേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വഴികൾ പറഞ്ഞു കൊടുക്കുക. തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. എന്നെ പോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങളുടെ ജീവിതങ്ങൾ ജീവിച്ചു തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പല വഴികൾ കാണാതാവുമ്പോൾ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ ഒരു വഴി മാത്രമേ കാണുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഈ വഴിയിലൂടെയല്ല, ഇവിടെ എത്തണമെങ്കിൽ ഈ വഴി മാത്രമല്ല, ഇങ്ങനെ 2-3 വഴികൾ കൂടിയുണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അപ്പം കലാമയം ഒരുപാട് പേരുണ്ട് ഇവിടെ. എനിക്ക് പലരും പേഴ്സണലി അറിയില്ല. എനിക്കറിയുന്ന ആദി, ജ്യോതി മാം, പിന്നെ കലാമയം, അങ്ങനെ വളരെ കുറച്ച് പേരെയാണ് എനിക്ക് പേരെടുത്ത് പറയാനും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്നായിട്ട് പോകാനും ഞാൻ നന്നാവുന്നത് പോലെ തന്നെ നീയും എന്നോടൊപ്പം ഉണ്ടാകണം എന്നൊരു ബോധ്യം ഉണ്ടാക്കാനും നമ്മുടെ ഈ ബോധ്യത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you very much, ma'am.